ഗുഡ് മോർണിംഗ് ലിസണേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യം അഥവാ എയിമിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ് ഉള്ളത് അല്ലേ? പക്ഷേ ചിലരുണ്ട് മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സിലിട്ട് കുഴിച്ചു മൂടുന്നവർ. ചിലർ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കരായിരിക്കും, പക്ഷേ അവർ ലക്ഷ്യത്തിലെത്തണമെന്നില്ല. ചിലർ കുടുംബമൊക്കെ ആകുമ്പോൾ എല്ലാം എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. നമുക്കറിയാം, നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഇത്തിരി പോകുന്ന ടൈമിലാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പ്രപഞ്ചശക്തിയായ ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഉള്ളിലുള്ള കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച്, ക്രിയേറ്റീവ് പവർ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത്. ഇന്ന് എനിക്കത് നേടാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്കവിടെ എത്തിപ്പെടാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ നാളെയും നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്തിപ്പെടും. ഞാനൊരു കഥ പറയാം. നമുക്കെല്ലാവർക്കും പാണ്ഡവാസിനെയും കൗരവാസിനെയൊക്കെ അറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പാണ്ഡവന്മാരും കൗരവന്മാരും ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യനായ ദ്രോണാചാര്യരുടെ അടുത്താണ് പോകുന്നത്. ഒരു ദിവസമാകുമ്പോൾ ദ്രോണാചാര്യർ ഈ ശിഷ്യന്മാരെ പുറത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഒരു പക്ഷിയുടെ ചിത്രം ദൂരെ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറയും, കണ്ടു എന്ന് പറയും. അപ്പോൾ ആ പക്ഷിയുടെ കണ്ണ് ബേസ് ചെയ്ത് ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് അമ്പ് ചെയ്യണം എന്ന് പറയും. കറക്റ്റ് ആ കണ്ണിൽ തന്നെ അമ്പ് കൊള്ളണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആരാണ് ഫസ്റ്റ് വരുന്നത്? നമ്മുടെ യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ വന്നു, ഭീമൻ വന്നു, ദുര്യോധനൻ വന്നു. അപ്പോൾ ഇവരോട് 3 പേരോടും നമ്മുടെ ദ്രോണാചാര്യർ പറയുന്നത് സെയിം ക്വസ്റ്റ്യനാണ്. ദ്രോണാചാര്യർ പറയും, യുധിഷ്ഠിര നീ എന്താണ് അവിടെ കാണുന്നത്? ഭീമ നീ എന്താണ് അവിടെ കാണുന്നത്? ദുര്യോധന നീ എന്താണ് അവിടെ കാണുന്നത് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവർ 3 പേരും പറയുന്നത് എന്താണ്? പക്ഷിയെ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള പൂക്കളെ കാണുന്നുണ്ട്, മേഘങ്ങളെ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് ആൻസർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഗുരു എന്ത് പറയും? നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് വേണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അടുത്ത് നമ്മുടെ അർജുനനെ വിളിക്കുകയാണ്. അർജുനൻ വരുമ്പോൾ ഗുരു ചോദിക്കും, എന്താണ് അർജുന അവിടെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയും, ഗുരു ഞാൻ കാണുന്നത് പക്ഷിയുടെ കണ്ണ് മാത്രം എന്ന് മാത്രമാണ് അർജുനൻ പറഞ്ഞ് അർജുനൻ കറക്റ്റ് പക്ഷിയുടെ കണ്ണ് ബേസ് ചെയ്ത് അമ്പെയ്യുകയാണ്. അങ്ങനെ അർജുനൻ അന്നും ഇന്നും ഒരു ബെസ്റ്റ് ആർച്ചറായി മാറുകയാണ്. ഹോൾ വേൾഡിലെ ബെസ്റ്റ് ആർച്ചറായിട്ട് നമ്മുടെ അർജുനനെ ഇന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം നമുക്ക് ആവശ്യമാണ്, പക്ഷേ എല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാം ചുറ്റുപാടുള്ളതിനെ കെയർ ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും എന്നാണ് ഈ കഥയിലൂടെ കിട്ടുന്ന മോറൽ എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ നമ്മൾ കീപ് ട്രൈയിങ് വിൽ റീച്ച് ഗോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, സീ യു അഗെയിൻ. താങ്ക് യു സോ മച്ച്.